ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിഐ അനിയന്റെ മുമ്പിൽ വെച്ച് ഗൗതമനോടുള്ള പക കാരണമാണ് അരവിന്ദിനെ കൊലപ്പെടുത്തിയതെന്ന് മഹാദേവൻ പറഞ്ഞെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അനന്യ ഗൗതമന്റെ അടുത്ത് നിന്ന് പോവാണ്. ശേഷം ഗൗതമൻ അനന്യയോട് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അനന്യ പറയാണ്, ഒരു മാപ്പ് കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? ഒരു മാപ്പ് പറഞ്ഞാൽ എൻ്റെ അരവിന്ദ് തിരിച്ചു വരുമോ? ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോവാണ്, ഒരാളുടെയും ഉപദേശം ഒന്നും കേൾക്കാതെ എന്നൊക്കെ പറഞ്ഞ് അനന്യ അവിടെ നിന്ന് പോവാണ്. പിന്നീട് സുശീലമ്മയും ആനന്ദവർമ്മയും ദേവയും കൺമണിയും വിജയേട്ടനും ഒക്കെ അരവിന്ദേട്ടൻ്റെ നഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്യ വരികയും പിന്നാലെ ഗൗതമനും വരാണ്. മോളെ അനന്യ എന്നൊക്കെ വിളിച്ച് വരാണ്. അപ്പോൾ ഗൗതമൻ അനന്യയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനന്യ ഗൗതമനോട് പറയാണ്, എനിക്ക് ഇനി ആരെയും കാണണ്ട, ഇവിടെ നിന്ന് പോവാൻ പറയാണ് അനന്യ. ശേഷം ഗൗതമന്റെ കരണം നോക്കി ആനന്ദവർമ്മ അടിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഗൗതമനോട് ഇവിടെ നിന്ന് പോവാൻ പറയാണ്. അപ്പോൾ ഗൗതമൻ പോകുമ്പോൾ എല്ലാവരും പറയാണ്, ഇനി അനന്യയ്ക്ക് ആരും ഇല്ലെന്നുള്ള തോന്നൽ ഉണ്ടാവാൻ പാടില്ല, നമ്മളെല്ലാവരും അനന്യയും മക്കളെയും പരിചരിക്കണം എന്ന് പറയാണ്. പിന്നീട് അരവിന്ദ് നഷ്ടപ്പെട്ടതോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അനന്യ. ശേഷം ഡെൻസൻ ചേട്ടൻ റീത്തേച്ചിയുമായുള്ള വിവാഹകാര്യം സംസാരിക്കാൻ റീത്തേച്ചിൻ്റെ അടുത്ത് വരാണ്. അങ്ങനെ റീത്തേച്ചിയുമായി പുറത്തു പോകാമെന്ന് തീരുമാനിക്കുകയാണ് ഡെൻസൻ ചേട്ടൻ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്